പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ LDCയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിന്ന് ഇംഗ്ലീഷ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. എന്താ അലോങ് വിത്ത് എന്നാൽ ഏത് ഉപയോഗിക്കണം? നമ്മൾ ഹാസ് ഉപയോഗിക്കണം അല്ലേ. ഓപ്ഷൻ എ തന്നെയാണ്, ഹാസ് ആണ് ഏത് ഉപയോഗിക്കേണ്ടത്? എലോങ് വിത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. 82ാമത്തെ ചോദ്യം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. എന്താ ലെറ്റസ് വന്നാൽ ഏത് ഉപയോഗിക്കണം? ഓപ്ഷൻ സി അല്ലേ, ഷാൾവി ആണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ഷാൾവിയാണ് ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൾവിയാണ് ഉപയോഗിക്കേണ്ടത്. 83 ചേഞ്ച് ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഏത് വരിക? ഓപ്ഷൻ ബി ആട്ടോ. ഹീ സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. എന്താ വരിക? ഹീ സെയ്സ് ദാറ്റ് ഹീ വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓപ്ഷൻ ബി ആട്ടോ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി 84ാമത്തെ ചോദ്യം. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദി പുവർ. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദി പുവർ. ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി വുഡ് ഹെൽപ്പ് ആണ് വരുന്നത്. ഓപ്ഷൻ സി വുഡ് ഹെൽപ്പ്. 85ാമത്തെ ചോദ്യം. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദി ചൈൽഡ്. എന്താ ബിലോങ്സ് ടു ആണല്ലേ. ഓപ്ഷൻ ബി ആണ്, ബിലോങ്സ് ടു ആണ്. 86 ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ. കറക്റ്റ് സ്പെൽ ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. 87 ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് എന്താ? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഓപ്ഷൻ സി സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. 88ാമത്തെ ചോദ്യം. ദി ഡാഷ് ഓഫ് വോൾവ്സ്. എന്താ വരിക? പാക്ക് ഓഫ് വോൾവ്സ് ആണല്ലേ. ഓപ്ഷൻ എ ആണ്, പാക്ക് ഓഫ് വോൾവ്സ് ആണ്. ഇനി 89 ഐഡന്റിഫൈ ദി സിനോണിം ഫോർ അമെൻമെന്റ്. അമെൻമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? മോഡിഫിക്കേഷൻ ചെയ്യുക അല്ലെ. മോഡിഫിക്കേഷൻ ചെയ്യുക എന്നല്ലേ. ഐഡന്റിഫൈ ദി സിനോണിം. അമെൻമെന്റിന്റെ സിനോണിം എന്താ വരുന്നത്? മോഡിഫിക്കേഷൻ ആണ്. ഇനി ഐഡന്റിഫൈ ദി ആന്റണിം ഓഫ് ദ ഡെഫിസിറ്റ്. എന്താ ഡെഫിസിറ്റ്? എന്ത്? ഓപ്ഷൻ ബിയിലെ സർപ്ലസ് ആണ്. ഡെഫിസിറ്റ് എന്താ? സർപ്ലസ് ആണ്. ഇനി മലയാളം ഭാഗത്തുള്ള 10 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. പിഞ്ഞാണ വർണ്ണം ശരിയായിട്ട് വിഗ്രഹിച്ച് ചെയ്യുന്ന എങ്ങനെയാ? പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ്. ഓപ്ഷൻ ബി ആണ്, പിഞ്ഞാണത്തിന്റെ വർണ്ണം. 92 പുട്ട് ഔട്ട്. എന്താ? ടു എക്സ്റ്റിങ്യൂഷ് എന്ന് അല്ലേ, അണക്കുക എന്നുള്ളത് അല്ലെ. ഓപ്ഷൻ എ ആണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ടു എക്സ്റ്റിങ്യൂഷ്, അതായത് അണക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്, അണക്കുക. 93 അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? സന്തതി ഇല്ലാത്തവൻ അല്ലെ. ഓപ്ഷൻ എ ആണ്, സന്തതി ഇല്ലാത്തവൻ. അനപത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? സന്തതി ഇല്ലാത്തവൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇനി 94ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാ? കവയിത്രിയാണ് അല്ലെ. ഓപ്ഷൻ ഡി കവയിത്രി ആണ്. ഇനി 95 കേരള പാണി എന്നറിയപ്പെടുന്ന ആരാ? AR രാജരാവർമ്മയാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, AR രാജരാജവർമ്മ. കേരള പാണി എന്നറിയപ്പെടുന്നവരാ AR രാജരാജവർമ്മയാണ്. ഇനി 96 താഴെ കൊടുത്തിരിക്കുന്നതിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ, പ്രേഷ്ടനാണ്. ഓപ്ഷൻ ഡി പ്രേഷ്ടനാണ്. ഇനി 97 താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം ഏതാണ്? സലിംഗ ബഹുവചനം ഏതാ? ഓപ്ഷൻ സി ആണ്, പുരുഷന്മാരാണ് കേട്ടോ. പുരുഷന്മാരാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനി 98ാമത്തെ ചോദ്യം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കി പറയുക അല്ലെ. 98ാമത്തെ ആൻസർ ചുരുക്കി പറയുക. ഓപ്ഷൻ ബി ആണ്, ചുരുക്കി പറയുക. ഇനി 99ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി എന്ന് പറഞ്ഞാൽ ആരാ? അശ്വത്ഥാത്മാവാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ഇനി 100ാമത്തെ ചോദ്യം. ചിന്മുദ്ര എന്ന പദം ശരിയായിട്ട് പിരിച്ചെഴുതിയാൽ ഏതായിരിക്കും? ചിത്ത് അധികം മുദ്രയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്, ചിത്ത് അധികം മുദ്ര എന്നാണ് ഇത് ചിന്മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷും മലയാളമൊക്കെ ചോദിച്ചിരിക്കുന്നത് എല്ലാം PYQ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മലയാളമാണ് ഇപ്പോൾ നോക്കിയത്. ബാക്കി GK മാത്സും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.